ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഫോർട്ട് കൊച്ചി സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വായനക്കളരിയുടെ ഉദ്ഘാടനം നടന്നു. ഫോർട്ട് കൊച്ചി സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വായനക്കളരിയുടെ ഉദ്ഘാടനം നടന്നു. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുനമ്പം മുതൽ ഇടക്കൊച്ചി വരെയുള്ള 40 അംഗീകൃത ഗ്രന്ഥശാലകൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ കൊച്ചിയിലെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന് കീഴിൽ വരുന്ന ഗ്രന്ഥശാലകൾ. ഈ ഗ്രന്ഥശാലകളിലെല്ലാം അക്ഷരക്കളരി സംഘടിപ്പിക്കാനാണ് നമ്മളോട് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശാനുസരണം നമ്മൾ നടത്തേണ്ടത് കാലയളവ് ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെയുള്ള കാലയളവിൽ ഈ വേനൽക്കാല അവധിക്കാലത്ത് കുട്ടികളെ ലൈബ്രറിയിലേക്ക് ആകർഷിക്കാനും അവരെ അക്ഷരലോകത്തിലേക്ക് പിടിച്ചു വരുന്നതിനും വേണ്ടിയിട്ട് മറ്റ് പല അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളെയാണ് മൊത്തത്തിൽ നമ്മൾ വായന കളരി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വായന കളരി എന്ന് പറയുമ്പോൾ മറ്റേ ആ കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ അക്ഷരവുമായിട്ടുള്ള നമ്മളൊരു സംവാദത്തിൽ ഏർപ്പെടുകയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് വർണ്ണക്കൂടാരം എന്നുള്ള പേരിലാണ് നമ്മുടെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കഴിഞ്ഞ വർഷം ഇത് നടപ്പിലാക്കിയിരുന്നത്. കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ വായനാ കളരി എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വർഷം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 20 മുതൽ മെയ് 20 വരെയുള്ള കാലയളവിലാണ് നമ്മൾ നടത്തേണ്ടത്. ലൈബ്രറി പ്രസിഡന്റ് ആഷിം ഖാൻ അധ്യക്ഷത വഹിച്ചു. സുധീഷ് നായർ, CS ജോസഫ്, പെട്രീഷ്യ റോബിൻ, അബ്ദുൾ റഹ്മാൻ, മിനി റോസ്, TX ആന്റണി, മിനി AN എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഷാനവാസ് SA സ്വാഗതവും TU അബൂബക്കർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ സെഷനുകളിലായി കവിത, അഭിമുഖം, കഴിയെഴുത്ത് മാസിക നിർമ്മാണം എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.